വ്യത്യസ്ത യാത്രയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, യാത്രാരേഖയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, കോടതി കേസുകൾ, അതിർത്തി തർക്കങ്ങൾ, ആഭിചാര ഭയങ്ങൾ, വൈവാഹിക തടസ്സങ്ങൾ, മക്കളില്ലാത്ത അവസ്ഥകൾ, മാറാത്ത രോഗങ്ങൾ, കുഞ്ഞുങ്ങളുടെ പലതരത്തിലുള്ള രോഗങ്ങൾ, ഇങ്ങനെ എല്ലാ മേഖലകളിലും കളഞ്ഞുപോയ വസ്തുക്കൾ, ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് അന്യൻ്റെ കയ്യിലാക്കി അന്യാധീനപ്പെട്ടു പോയ സ്വത്തുക്കൾ, ഇങ്ങനെ ഓരോ മേഖലകളിലും വിഷമം അനുഭവിക്കുന്നവരെ ഇടിമുഴക്കം പരിശോധിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയായി ഞാൻ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതമാർഗം മുടിഞ്ഞു നിറച്ചു പോയൊരു കർത്താവെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള കുരുക്കുകൾ, സാമ്പത്തിക കുരുക്കളിൽ അകപ്പെട്ടിരിക്കുന്നവർ, അന്യാധീനപ്പെട്ട സ്വത്തുകൾ, അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങളിൽ കർത്താവ് വെച്ച പദ്ധതികൾ, ആഗ്രഹിച്ച രീതികളിൽ വന്ന പോരായ്മകൾ, പാളിച്ചകൾ, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്ത രീതിയിൽ കർത്താവ് പെട്ടെന്ന് എല്ലാത്തിനും പാളിച്ച വന്ന പോലെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പാടാതെ അന്തം വിട്ട് നിൽക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയുകയും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിൻ്റെ കരുണ അവർ ആവശ്യിക്കാൻ, സാക്ഷ്യം പറയാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുമാറാവട്ടെ. സ്തുതിക്കട്ടെ. പരിശുദ്ധനേ, പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലാ, അറിവോടെ എന്നെ നോക്കണമേ. എല്ലാവരും മുട്ടേ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ അവിടുത്തെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ഉന്നതത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. തീവ്ര വേദനയുടെ സമയത്ത് ഗത്സമനേരിൽ ഈശോ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചതുപോലെ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ക്ലേശകാലങ്ങളിലും കൂടുതൽ തീക്ഷ്ണമായി പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് കൃപയിൽ നിന്നുകൊണ്ട് ദൈവശക്തി കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം അവനുമായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ സാന്നിധ്യത്തിലാണ് നമ്മൾ എന്ന ബോധത്തോടുകൂടി ആരാധനയിലേക്ക് കടന്നു വരാം. ശരിക്കും നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ ഉടമ്പടിയോടുകൂടി നമ്മുടെ ആരാധനാ ജീവിതം തന്നെ അങ്ങോട്ട് മാറ്റിമറിക്കപ്പെടുകയാണ് ചെയ്യണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തലയോലപ്പറമ്പിൽ നിന്ന് ജെയ്മി എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അവർ ലേണഡിൽ വുമണാണ്. അവരുടെ സാക്ഷ്യങ്ങൾ വളരെ ചിട്ടയായിട്ടും അഭിഷേകസ്നിഗ്ധമായിട്ടാണ് പറയണത്. അപ്പം അവർ പറഞ്ഞത്, ഞാൻ പണ്ട് കുർബാന അർപ്പിച്ചതുപോലെ അല്ല ഇപ്പോൾ കുർബാന അർപ്പിക്കുന്നത്. കാര്യം എന്താണ്? ഉടമ്പടിയിലായി കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവമായിട്ട് ഒരു ബന്ധത്തിലായി, സുനിശ്ചിതമായ കൃത്യമായ തുളുമ്പാത്ത ഒരു ബന്ധമായി. അപ്പോഴെന്താ മനുഷ്യരുണ്ടാകുന്നത്? മനുഷ്യർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ആ സഹോദരിയുടെ സാക്ഷ്യം കേട്ടപ്പോഴേക്കും മനസ്സിലായത് ഉടമ്പടി എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു വിഷമമെന്ന് പറയണത്, എല്ലാവർക്കും ഇത് സാധിക്കും, പക്ഷെ ചിലർ ആ വിഷയത്തിൽ മാത്രമാണ് അടിസ്ഥാനപ്പെടുന്നത്. ഉടമ്പടിക്ക് രണ്ട് അനുഭവ തലങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ ഉടമ്പടി നിയോഗം വെച്ചിരിക്കുന്ന വിഷയങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിൻ്റെ ഗ്രോത്തുകളെ, അത് നടക്കണുണ്ടോ, എന്തുമാത്രം സ്ലോയാണ് സ്പീഡാണെന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് ആ നിയോഗങ്ങളെ നിബദ്ധമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ വരുന്നൊരു വിഷയം നമ്മുടെ വിഷയബന്ധിയായിട്ട് മാറും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം ഒരു ഡ്രൈ റിലേഷനായി പോകും. ദൈവം നമ്മളുമായിട്ടുള്ള ഒരു ബയോളജിക്കൽ റിലേഷനുണ്ട്. എന്നുവെച്ചാൽ വളരെ ജൈവപരമായ ഒരു ബന്ധം. അത് വന്നാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ഈ സംഭവം പോകാൻ പോണത്. എനിക്കിപ്പോഴും മനസ്സിലാക്കുന്ന ഉടമ്പടിയുടെ ഒരു 10% സാധ്യതകൾ മാത്രമേ ഇപ്പോഴും സാക്ഷ്യം പറഞ്ഞ് ആൾക്കാർക്ക് അനുഭവിക്കാൻ ഇടയായിട്ടുള്ളതെന്നുള്ളതാണ്. ഉടമ്പടിയുടെ ഒരു 10% സാധ്യതകൾ മാത്രമേ മനുഷ്യൻ ഇപ്പോഴും സാച്ചുറേറ്റ് ചെയ്തിട്ടുള്ളത്, സാക്ഷാത്കരിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ കാരണം, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളുടെ ആത്മീയ നിലവാരം അനുസരിച്ച് കൊണ്ടാണ് ഈ ഉടമ്പടിയുടെ ദൈവാനുഭവ സാധ്യത എന്ന് പറയുന്നത്.
അപ്പം ആരെങ്കിലും തുനിഞ്ഞു കെട്ടി എൻ്റെ വിഷയത്തെക്കാൾ വലുത് എനിക്കെൻ്റെ ദൈവമാണെന്ന് ചിന്തിച്ചാൽ 50% പ്രീമിയമായിട്ടാണ് ഈ സാധനം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. എൻ്റെ വിഷയത്തെക്കാൾ വലുത് എനിക്കെൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞു നോക്കിക്കേ. എന്റെ വിഷയത്തെക്കാൾ വലുത് എനിക്ക് എന്റെ ദൈവമാണ്. ദൈവമാണ് എൻ്റെ വിഷയം, ദൈവമാണ് എൻ്റെ വിഷയം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അച്ഛൻ പറഞ്ഞു തരുന്നതുകൊണ്ടല്ല, ആന്തരികമായിട്ടൊരു അഭിഷേക വിധി പ്രകാരം ബോധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചേഞ്ച് വരും. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു വൈദികൻ്റെ ടോക്ക് കേട്ട്. അങ്ങനെ സ്വാഭാവികമായിട്ട് റീൽസൊക്കെ നോക്കുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ വൈദികൻ്റെ ടോക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇച്ഛാഭംഗം വന്നിരുന്നു. വൈദികരുടെ പോലും ഗതികേട് ഇതാണല്ല എന്ന് ഓർത്തിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയണത്, ഇദ്ദേഹം കേരളത്തിൽ സ്വാധീനിക്കുന്ന ഒരു ധ്യാനഗുരുവാണ്, കരിസ്മാറ്റിക് ധ്യാനഗുരുവല്ല. അപ്പം അദ്ദേഹം പറയണത്, എനിക്ക് ഈ കരിസ്മാറ്റിക് മേഖലയോട് ഞാനൊരു റെസ്പെക്റ്റബിൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ആളാണെന്ന്. കരിസ്മാറ്റിക് മേഖലയോട് ഞാനൊരു ബഹുമാനപൂർവമായ ഒരു അകലം കീപ്പ് ചെയ്യുന്ന ആളാണ്. അത് അദ്ദേഹം നല്ല ഭംഗിയുള്ള ഭാഷ ഉപയോഗിക്കുന്ന ആളാണ്. എന്നിട്ട് അതിന് കാരണം പറയണത്, ഈ രോഗസൗഖ്യത്തിൻ്റെ മേഖലയാണ് അങ്ങേർക്ക് ഡൗട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഈ രോഗസൗഖ്യത്തിൻ്റെ മേഖലയിൽ ഒരു ഓട്ടിസം രോഗിയെ കൊണ്ടുവന്ന് സുഖപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ചരിത്രമുണ്ടോ? അതാണ് ഇവിടെ ചോദിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കേണ്ട ചോദ്യം മനസ്സിലായില്ലേ? ഈ രോഗസൗഖ്യത്തിൻ്റെ ഈ ക്ലെയിമിൽ ഇപ്പോൾ കുറേ അധികം ക്ലെയിംസ് വരുന്നുണ്ടല്ലോ. അപ്പം അതിൽ ഓട്ടിസം രോഗി അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി രോഗികൾ സുഖപ്പെട്ട ഏതെങ്കിലും ചരിത്രമോ സാക്ഷ്യമോ ഉണ്ടോ എന്ന് ചോദിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ മറ്റുള്ളതെല്ലാം കള്ളത്തരമാണെന്നാണ് അദ്ദേഹം ബ്രാൻഡ് ചെയ്യണത്. വളരെ തന്ത്രപൂർവ്വമാണ് അത് ആ സാധനം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് കേട്ട് സുഖിക്കുന്നവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അത് കേട്ട് അതാണ് സത്യമെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ സാത്താൻ വളരെ തന്ത്രപരമായിട്ടാണ് സഭയിൽ തന്നെ നുഴഞ്ഞു കയറിയതിന് ശേഷം ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കടം വരും ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞപ്പോഴാണ് ജെയിനിയുടെ സാക്ഷ്യം വന്നത് ഇവിടെ. ഇത് ഞാൻ കേട്ട് ഇതിനൊരു മറുപടി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജെയിനി വന്ന് സാക്ഷ്യം പറയണത്. അപ്പോൾ ജെയിനി ഒരു യാക്കോബി ലേഡിയാണ്, പക്ഷെ നല്ല പാരമ്പര്യമുള്ള ചൈതന്യമുള്ള വിശ്വാസിയാണ്. അത് അവർ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരുവിധം ദൈവമായിട്ട് റിലേഷൻസ് ഉള്ള ആളാണ്. ഇപ്പോൾ എങ്കിലും ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം അവർ പറയണത്, എനിക്കിത് അവരുടെ മകന് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ഹൈപ്പർ ആക്ടിവിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, ഓട്ടിസം പോലെയുള്ള തന്നെ സംഭവം. ഏതെങ്കിലും സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ അവൻ ഓടി നടക്കും, അവിടെ ഇവിടെയൊക്കെ കയറി നടക്കും, പിന്നെ പിള്ളേരെ ഉപദ്രവിക്കും. എപ്പോഴും അവന് സ്പെഷ്യൽ സ്കൂളിലേക്ക് അവനെ കൊണ്ടുപോകേണ്ടി വരും. എപ്പോഴും കംപ്ലൈൻറ്റ് വരും. നമുക്ക് തന്നെ ഇപ്പോൾ തന്നെ പിള്ളേരോട് അവരെ കണ്ടിട്ടില്ലേ, അവിടെ നിൽക്കത്തില്ല, അവർ ഓടി നടക്കും. അവർക്ക് എന്താണ് ചെയ്യണമെന്ന് അവർക്കൊരു പിടിയും കിട്ടത്തില്ല. അത് ഭയങ്കര സങ്കടകരമായ ഒരു ഓട്ടിസം രോഗി ഉണ്ടെങ്കിൽ ഒരു മാതാപിതാക്കന്മാർക്ക് പെട്ടെന്ന് വിശുദ്ധരാകാൻ പറ്റും. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. ഒരു ഓട്ടിസം രോഗി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ മാതാപിതാക്കന്മാർക്ക് അല്പം ശ്രദ്ധിച്ചാൽ, ഇപ്പം ഇന്ന് 7-ാം തീയതി, ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം 7-ാം തീയതി, ഇന്ന് കാർലോ അക്വിറ്റസിനെ പരിശുദ്ധ പിതാവ് ദിവ്യകാരുണ്യ മധ്യസ്ഥനായിട്ട് ഇന്ന് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. ഒന്ന് കൈയടിച്ച് അക്വിറ്റസിൻ്റെ 15 വയസ്സേ ഉള്ള ആളിനെ, 15 വയസ്സേ ഉള്ളു. മിലാനെന്നാണ് മിലാനിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പം ആ 15 വയസ്സുള്ള സമയത്ത് തന്നെ ആളിനെ നല്ല ആദ്യമേ തന്നെ ദിവ്യകാരുണ്യത്തോട് ഭയങ്കര ആഭിമുഖ്യമാണ്. ദിവ്യകാരുണ്യത്തോട് അപ്പം നമ്മൾ ഈ ദിവ്യകാരുണ്യത്തോട് പലതരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് സാധ്യമാണ്.
വളരെ ഒരു ഫ്രണ്ട്ലി റിലേഷൻസ് സാധ്യമാണ്. പിന്നെ ഒരു അദമ്യമായ അഭിഷേക ദൈവോന്മുഖ മിസ്റ്റേരിയം ട്രാൻഷൻ എന്ന് പറഞ്ഞ ദൈവത്തിനടുത്ത ഭയം തോന്നിപ്പിക്കുന്ന റിലേഷൻസ് നമുക്ക് സാധ്യമാണ്. അതുപോലെ തന്നെ വളരെ അഭിഷേകസിദ്ധമായിട്ടൊരു ആരാധനാപൂർവമായ സാക്ഷ്യവും ഒരു ലവ് ദൈവസ്നേഹത്തിൻ്റെ തന്നെ ഏറ്റവും സ്പർശ്യമായ ഒരു മൗന മനനധ്യാനത്തിനും കണ്ടംപ്ലേഷനും ഒക്കെ ദിവ്യകാരുണ്യം വല്ലാത്ത സാധ്യതകളാണ് ആരാധന ലോകത്തുണ്ടാക്കിയത്. അപ്പോൾ ആക്വിറ്റസിന് ഈ ആരാധനയോട് ഭയങ്കര കമ്പമാണ് ദിവ്യകാരുണ്യം. ആക്വിറ്റസിൻ്റെ ഹോബി എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തന്നെത്താൻ ഉണ്ടാക്കിയതാണ്. കമ്പ്യൂട്ടർ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആക്വിറ്റസിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞെന്താണെന്നറിയാമോ? നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ വിശുദ്ധനാണെന്നാണ്. കൈയടിക്കടെ. ഒരു കാലം ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് നല്ല വിശുദ്ധന്മാരെ കൂടി കിട്ടുകയാണ്. ആ കാലത്തിന് പറ്റിയ വിശുദ്ധന്മാരെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് വിഷയം വെച്ചാൽ അക്വിറ്റസ് എപ്പോഴും ദിവ്യകാരുണ്യത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കും, എപ്പോഴും ആലോചിക്കും. എന്നിട്ട് ദിവ്യകാരുണ്യത്തിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങളെല്ലാം കളക്ട് ചെയ്യും. എൻ്റെ പേര് ജോസ്ഫീന. ഞാൻ കോയമ്പത്തൂരിലിരുന്നാണ് വരുന്നത്. എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഭർത്താവിൻ്റെയും വീടാണ് ആലപ്പുഴയിലുള്ളത്. ഞാൻ ജോലി സഹിതം കോയമ്പത്തൂരിലാണ് ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2019 ജൂലൈ 12 അന്ന് ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ല. വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ നവംബർ 22 2022 ഒരു സാക്ഷ്യം കേൾക്കാൻ ഇടയായി. യൂട്യൂബിൽ കൂടി ഒരു ചേട്ടൻ കേസിൻ്റെ കാര്യത്തിന് സാക്ഷ്യം പറഞ്ഞു, കോഴിക്കോടിലത്തെ ചേട്ടൻ. അപ്പോൾ സാക്ഷ്യത്തിൽ ചേട്ടന് വിജയം വരികയും അതുപോലെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചു. എനിക്ക് ഒരു കേസിൻ്റെ കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചു. എനിക്കതിനൊരു നല്ലൊരു തീരുമാനം വരണം മാതാവേ എന്ന് പ്രാർത്ഥിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് കേസിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 2014 എൻ്റെ ഭർത്താവ് ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ അടുത്തിരുന്ന് 1,50,000 രൂപ കടമായിട്ട് മേടിച്ചിരുന്നു. മാസം 15,000 രൂപ വെച്ച് കൊടുക്കാം, 15 മാസം കൊടുക്കാമെന്നുള്ള രീതിയിലാണ് മേടിച്ചിരുന്നത്. എന്നിട്ട് നമ്മൾ 9 മാസം അത് അത് ക്യാഷായിട്ടാണ് കൊടുത്തത്. അതിന് യാതൊരു തെളിവും ഇല്ലായിരുന്നു നമ്മുടെ കയ്യിൽ. 9 മാസം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നീട് ബിസിനസ് നമുക്ക് തകരാറിലായി കഴിഞ്ഞപ്പോൾ പൈസ കൊടുക്കാൻ പറ്റിയില്ല. കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ അവർ കേസിട്ട് കീഴ്ക്കോടതിയിൽ വന്ന് എനിക്ക് വിധി വന്നത്, എൻ്റെ അടുത്ത് പൈസ കൊടുത്തതിന് യാതൊരു പ്രൂഫും ഇല്ലാത്തതുകൊണ്ട് 1.5 ലക്ഷം രൂപയും 6 മാസ തടവുമാണ് കേസിൻ്റെ വിധി വന്നത്. അപ്പം ഞാൻ തളർന്ന് പിന്നെ ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെയും ഈ വിധി തന്നെ വന്നു. 8 വർഷമായിട്ട് ഈ കേസ് നടക്കുകയായിരുന്നു. 2021 ഡിസ്ട്രിക്ട് കോർട്ടിൽ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ ഹൈക്കോർട്ടിലോട്ട് മാറ്റി അപ്പീൽ ചെയ്തെങ്കിലും അവിടെ എനിക്ക് ഇതുപോലെ തന്നെ വിധി വരും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ കടം കൊടുത്തവരുടെ അടുത്ത് നേരിട്ട് പോയി ഞങ്ങൾ സംസാരിച്ചു. കാര്യം എനിക്ക് 2 ലക്ഷം രൂപ വേണമെങ്കിലും ഞങ്ങൾ തരാം, ഈ കേസിലിരുന്ന് ഒന്ന് പിൻവലിക്കണം. കാര്യം എനിക്ക് തടവ് ശിക്ഷ ഒന്ന് മാറിക്കിട്ടണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം ഓരോ മാസവും 1-ാം തീയതി ആകുമ്പോൾ കോർട്ടിൽ പോയിട്ട് ഞാൻ ഒപ്പുവയ്ക്കണം. അത് എനിക്ക് മനസ്സാകെ തളർന്ന് ഞാനിനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഞാൻ ഈ പ്രാർത്ഥിച്ച 2 ദിവസം കഴിഞ്ഞ് ഞാൻ 22-ാം തീയതി പ്രാർത്ഥിക്കുന്നു. 25-ാം തീയതി ഹൈക്കോർട്ടിലിരുന്ന് വക്കീൽ വിളിച്ചേച്ചും പറയുകയാണ്,
നിങ്ങൾ 1-ാം തീയതി കേസിൻ്റെ ഹിയറിംഗ് വരികയാണ് കോർട്ടിലോട്ട് വരാനായിട്ട്. ഞാൻ അപ്പം തന്നെ 28-ാം തീയതി നവംബർ 28, 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് വീട്ടിൽ പോയപ്പോൾ എനിക്ക് വീണ്ടും വക്കീലിൻ്റെ അടുത്തിരുന്ന് ഫോൺ വന്നിട്ട് നിങ്ങൾ 1.5 ലക്ഷം മാത്രം കൊടുത്താൽ മതി, അതിന് DD എടുത്തോണ്ട് തന്നെ 1-ാം തീയതി ചെന്നൈയിലോട്ട് വന്നേക്ക്, കാര്യം നമ്മൾ കോർട്ടിൽ സംസാരിച്ച് ഇത് വന്ന് ശരിയാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷേ യാതൊരു അവസ്ഥ തീർച്ചയായിട്ടും ആർക്കും ഈ വിധി വരത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നല്ല ഉറപ്പാണ്. വക്കീൽ നമ്മളെ പറ്റിക്കുകയായിരിക്കും എന്നുള്ള ഓർമ്മയിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ സഞ്ചരിക്കുന്ന മാതാവല്ലേ, എൻ്റെ കൂടെ വരണേ, എൻ്റെ കൂടെ ഇരിക്കണേ എന്ന് പറഞ്ഞിട്ട് കാശ് രൂപമായിട്ട് ഞാൻ അവിടെ പോയിട്ട് 1.5 ലക്ഷം രൂപയ്ക്കുള്ള DD-യുമായിട്ട് ഞങ്ങൾ കോർട്ടിൽ പോയപ്പോൾ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നത് നിങ്ങൾ വെറും 1.5 ലക്ഷം മാത്രം അടച്ചാൽ മതി, ഈ കേസിലിരുന്ന് അവർ പിൻവലിച്ചിരിക്കുകയാണ് എന്ന് അവർ പറഞ്ഞ് വിധിയുടെ കോർട്ടിൻ്റെ ഓർഡർ വരെ കയ്യിൽ തന്നു കഴിഞ്ഞു. ഇത് മാതാവല്ലാതെ വേറെ ആരെ കൊണ്ടും അത് ചെയ്യാൻ പറ്റത്തില്ല, നടക്കത്തില്ല. കാര്യം 2 കോർട്ടിൽ വിധി വന്നതാണ്. 3-ാമത്തെ കോർട്ടിൽ മാറാൻ വഴിയേ ഇല്ലാത്ത ഒരു സ്ഥലത്താണ് മാതാവ് എനിക്ക് വേണ്ടി അവിടെ പോയി പ്രവർത്തിച്ചത്. മാതാവിന് കോടാനുകോടി നന്ദി. പിന്നെ രണ്ടാമത് ഞാനൊരു നിയമം വെച്ചിരുന്നത്, ഞാൻ വന്ന് അശോക് ലൈലാൻഡ് കമ്പനിയിൽ 10 വർഷമായിട്ട് HR ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ 10 വർഷത്തിൽ 1-ാം തീയതി ആകുമ്പോൾ സാലറിയുടെ അക്കൗണ്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഞാൻ ജൂണിൽ എൻ്റെ മോളുടെ കല്യാണമായിരുന്നു. ജൂലൈയിൽ വന്ന് എനിക്ക് യൂറിനറി ഇൻഫെക്ഷനായി ഒരു 15 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈ 1-ാം തീയതി സാലറിയുടെ അക്കൗണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ കൊടുത്തപ്പോൾ 5-ാം തീയതി ആയിപ്പോയി. ഉടനെ തന്നെ മാനേജ്മെൻറ്റിലിരുന്ന് വിളിച്ചേച്ചും നിങ്ങൾ റിസൈൻ ചെയ്ത് പൊയ്ക്കോളൂ, നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ റിസൈൻ ചെയ്ത് പൊയ്ക്കോളെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. ഞാനതിന് എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ടും അവരത് കേൾക്കാൻ തയ്യാറായില്ല. ഞാൻ മനസ്സ് തളർന്നു. കാര്യം എൻ്റെ മോളുടെ കല്യാണത്തിന് മേടിച്ചിരുന്ന കടങ്ങൾ എൻ്റെ മുന്നിൽ ശരിക്കും നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അമ്മയുടെ അടുത്ത് പ്രാർത്ഥന വെച്ചും എനിക്കാണെങ്കിൽ 55 വയസ്സായി. ഇനി ഒരു സ്ഥലത്ത് ജോലി വന്ന് ഇതുപോലെ കിട്ടണം എന്ന് വന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ജനുവരിയിൽ ജോലിക്ക് കയറണം, മാതാവ് ഇടപെട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരണം. അത്രയും ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് പോയുള്ളൂ. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ തമിഴ് ബൈബിളാണ് വായിക്കാറുള്ളത്. തമിഴ് ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ യേശയ്യ 66-ാമത്തെ അധികാരത്തിൽ 13-ാമത്തെ വാക്യം, തായ് ഉണ്ണை തേറ്റുവത് പോൽ ഞാൻ ഉണ്ണை തേറ്റുവേൻ എന്നും പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അതായത് അമ്മ മാതാവ് എന്നെ വന്ന് അവിടെ സമാധാനിപ്പിക്കുകയാണ്, ഞാൻ നിനക്കുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ വിശ്വാസത്തിൽ അങ്ങനെ ഇരുന്നപ്പോൾ 8-ാം തീയതി അശോക് ലൈലാൻഡിൻ്റെ മെയിൻ ഓഫീസിലിരുന്ന് തന്നെ എനിക്ക് ഫോൺ വന്നു, നിങ്ങൾ വേറൊരു ഡീലർഷിപ്പിൽ നിങ്ങൾക്കൊരു ഓഫറുണ്ട്, നിങ്ങൾ പോയി കാണുക എന്ന് പറഞ്ഞു. ഞാൻ പോയി ഡിസംബർ 8-ാം തീയതി അത് കണ്ടു. അവരുമായിട്ട് സംസാരിച്ചപ്പോൾ HR മാനേജറിലിരുന്ന് സീനിയർ മാനേജർ HR ആൻഡ് അഡ്മിൻ എന്നുള്ള ഹൈ പോസ്റ്റും തന്നു, സാലറിയും കൂടുതലായിട്ട് തന്ന്. ദൈവമാതാവ്. എൻ്റെ പേര് സുനിത സോജൻ, ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ 2019-ലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പിന്നെ കൊറോണയ്ക്ക് ശേഷം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ 2022-ലാണ് ഞാൻ അവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കിയത്. അതിൽ ഉടമ്പടിയിൽ ഞാൻ 6 നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഭവനമില്ലാത്തത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, വീടില്ലാത്തതിൻ്റെ. അത് 20 വർഷമായിട്ട് എനിക്ക് ഭവനമില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 7 വർഷം കൊണ്ട് ഞാൻ വസ്തു മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വീട് വയ്ക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് അവിടെ വീടിൻ്റെ പണി തുടങ്ങാനായിട്ട് സാധിച്ചു. ഇപ്പോൾ അതിൻ്റെ കെട്ട് തുടങ്ങാനായിട്ട് പോവാണ്. പിന്നെ എൻ്റെ മോൾക്ക് ജോലിയുടെ കാര്യം ഞാൻ ഈ ഉടമ്പടിയിൽ തന്നെ ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ബാങ്കിലത്തെ ജോലിയാണ് കൂടുതൽ താല്പര്യമായിരുന്നത്. പക്ഷേ ബാങ്ക് ജോലി ടെസ്റ്റുകളെല്ലാം എഴുതും, ഇൻ്റർവ്യൂവിനും പോവും, പക്ഷേ പാസ്സാവത്തില്ലായിരുന്നു.
അങ്ങനെ ഞാനിവിടെ ജോസഫച്ചനെ വന്ന് കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് കാശുരൂപം കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂവിൽ അത് ഫെയിലായതുകൊണ്ട് അവർക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ 8 മാസം കഴിഞ്ഞപ്പോൾ, അതായത് കഴിഞ്ഞ മാസം മെയിൽ വന്നു, ആൾ സെലക്റ്റഡ് ആയെന്നും പറഞ്ഞിട്ട്. സാധാരണ ക്യാമ്പസ് സെലക്ഷനിൽ അങ്ങനെ വരാറില്ല. ഈ വർഷത്തേക്കുള്ള കുട്ടികളെയാണ് കൂടുതൽ എടുക്കാറ്. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ എടുക്കാറില്ലായിരുന്നു. പക്ഷേ എന്തോ നമുക്കും അറിയത്തില്ലായിരുന്നു. പക്ഷേ ആൾ സെലക്ട് ആയെന്ന് പറഞ്ഞിട്ട് വന്നു. ഇപ്പം അതിൻ്റെ ട്രെയിനിങ്ങും കഴിഞ്ഞു. ഈ അടുത്ത മാസം ജോയിനിങ് ആണ്. പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് മോൾക്ക് തന്നെയാണ് ഫിഷറിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് 3 വർഷം കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് ബാത്റൂമിൽ പോകാനും ഒന്നിനും സാധിക്കത്തില്ലായിരുന്നു. നല്ലോണം ബ്ലഡും പോവായിരുന്നു. അത് നമ്മുടെ ഇവിടുത്തെ വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ട് മാറി കിട്ടി. പിന്നെ എൻ്റെ അപ്പച്ചന് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 2 മാസമായി, നവംബറിലായിരുന്നു. ആൾക്ക് ഒട്ടും 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും 96-98% ആയിരുന്നു ബ്ലോക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. പക്ഷേ ആൻജിയോപ്ലാസ്റ്റിയും ഒന്നും ചെയ്യാൻ ആൾക്ക് സാധിച്ചില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് 75 വയസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആൾ വെൻറ്റിലേറ്ററിലും ആയിരുന്നു. ഞാൻ പിന്നെ ഇവിടുത്തെ നമ്മുടെ ഉപ്പ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഉപ്പും തൈലവും ഉപയോഗിച്ചിട്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചെല്ലിയതിൻ്റെ ഫലമായിട്ട് ആൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഡിസ്ചാർജായി വീട്ടിലുണ്ട്. ആളിപ്പോൾ സുഖമായിട്ട് ആദ്യത്തേക്ക് കൂടുതലായിട്ട് ഇപ്പോൾ നടക്കാനായാലും പണിയെടുക്കാനായാലും എല്ലാം കൂടുതൽ ആളിപ്പോൾ ചെയ്യുന്നുണ്ട്.